ആ ഇതാണ് ഒരു ഇച്ചിരി കൂടെ വലുതാക്കാൻ പറ്റുമോ? ഇതാക്കൂടെ ഒരു കുറച്ചുകൂടെ വലുതാക്കാൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത് പറ്റും തോന്നില്ല. ആ ഇവിടെ മാക്സിമം ബീച്ച്, കോസ്റ്റൽ, സീഷോർ, സാനിറ്ററി, ബീച്ച് ഫ്രണ്ട്, hill stations, mountains, scenic view, Ayurvedic wellness center, wellness rejuvenation. ഇതില് ഈ പുതിയ പുതിയ വേർഡുകൾ വരുമ്പോ നമുക്ക് അത് ആഡ് ചെയ്യേണ്ടി വരും. മാനുവലി ആഡ് ചെയ്യണോ? ഈ ലിസ്റ്റിൽ അപ്പൻഡ് ചെയ്തോ? അത് ലേൺ ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ല അല്ലേ? ഓട്ടോമാറ്റിക് ലേൺ ചെയ്യേണ്ടില്ല. കാറ്റഗറീസ് കാറ്റഗറീസ് വന്നു, സാമ്പിൾ കീവേഡ്സ് പറഞ്ഞു, കാറ്റഗറി കീവേഡ്സ് പറഞ്ഞു. ഇതിപ്പോ ആ കീവേഡിൽ ഉണ്ടോന്ന് നോക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ ഈ കീവേഡ് ഉണ്ടോ അല്ലെ? അത്രയല്ലേ ചെയ്യുന്നുള്ളൂ. ഉം. അതായത് അവരുടെ റിവ്യൂസിൽ ഈ വാക്ക് വരുമ്പോ പിന്നെ അതിന്റെ കീവേഡ് എടുത്തു അതുണ്ടോന്ന് നോക്കി, ഉണ്ടോന്ന് നോക്കിയിട്ട് നമ്മുടെ ഡേറ്റാ ബേസിൽ ഹിൽ സ്റ്റേഷൻ ഉള്ളത് കാണിക്കും. ശരിക്കും ഇങ്ങനെയാ സംഭവിക്കുന്നത്. അതായത് ഞാൻ ട്രോപ്പിക്കൽ ഫാൾസ് എന്ന് വല്ലതും ടൈപ്പ് ചെയ്ത് അത് വാട്ടർ ഫാൾസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ വാട്ടർ ഫാൾസ് വെച്ച് സെർച്ച് ചെയ്യും അല്ലേ? എന്നിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ വാട്ടർഫാൾ വെച്ചിട്ട് ആ വാട്ടർഫാളിൻ്റെ പ്രിന്റ് ചെയ്ത് കാണിക്കും അല്ല? അങ്ങനെയല്ലേ? വാട്ടർഫോൾ ആണ്. ഇപ്പൊ വാട്ടർഫോളിനാണ് നമ്മൾ കീവേഡ് വരും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്ലേസസ് നമ്മൾ നോക്കും. വാട്ടർഫാള് പോലെയുള്ളത് തരത്തില് എനിക്ക് എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാലേ, നമ്മള് കുറെ ടേം ഒക്കെ NLP ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചില്ലേ? വേർഡ് എംബഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ? ഇപ്പൊ ഇതിപ്പോ എന്താന്ന് വെച്ചാ എനിക്ക് മനസ്സിലായത് ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി പറയുന്നു എന്നുള്ളതാണ് അല്ലേ? നമ്മൾ അതിനകത്ത് വേർഡ് എംബഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ NLP ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതിനകത്ത്? ഇതിപ്പോ ലിസ്റ്റിനകത്ത് കിടക്കുന്നത് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് അത് മാച്ച് ആകുന്ന ലിസ്റ്റ് ചെയ്തു, അത് ഡിസ്പ്ലേ ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സില് NLPയില് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ? അല്ലെ? അത് അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? അതായത് ടോക്കണൈസേഷൻ, സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, സെന്റിമെന്റ് അനാലിസിസിലാണ് വരുമോ? നമ്മൾ സെന്റിമെന്റ് സ്റ്റെമ്മിംഗ് ഓർ ലെമറ്റൈസേഷൻ, വെക്ചറൈസേഷൻ, ബാഗ് ഓഫ് വേർഡ്സ്, ടേം ഫ്രീക്വൻസി, ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഫ്രീക്വൻസി, വേർഡ് എംബഡി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളില്ല. അതെന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ.
ഹലോ റിതുൽ. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ ടെസ്റ്റ് പ്രോസസ്സിംഗ് സർ, ആ അല്ല അത് ഞാൻ ഉദ്ദേശിച്ചേ, സർ ഇപ്പം പറഞ്ഞ സാധനം നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അനുസരിച്ച് അടുത്ത ചെയ്യുന്നത്രേ. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മൾ റിവ്യൂസ് നോക്കിയിട്ട് സ്റ്റോപ്പ് വേർഡ് റിമൂവ് ചെയ്യുക അങ്ങനത്തെ എല്ലാം വരുന്നത്. അതായത് നിങ്ങൾ ഈ ടോക്കണൈസേഷൻ, സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, സ്റ്റെമ്മിങ് ഓഫ് ലിമിറ്റൈസേഷൻ, വെക്ടറൈസേഷൻ, ബാഗ് ഓഫ് വേർഡ്, TF-IDF, വേർഡ് ഇന്നത്തെ എംബഡിങ്, കുറച്ച് ഇങ്ങനെയുള്ള ചില കുറച്ച് സാധനങ്ങൾ, കാര്യങ്ങൾ സെന്റിമെന്റ് മനസ്സിലാവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഇല്ലേ? അല്ല, ഇത് സെന്റിമെന്റ് അനാലിസിസിലുള്ളത് റൂൾ ബേസ്ഡ് അപ്രോച്ച്, മെഷീൻ ലേണിംഗ് അപ്രോച്ച്, ഡീപ്പ് ലേണിംഗ് അപ്രോച്ചാ ഉള്ള. പക്ഷെ ഈ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗിൽ ടോക്കണൈസേഷനും സ്റ്റോപ്പ് വേർഡ് റിമൂവലും സ്റ്റെമ്മിങ്ങും വെക്ടറൈസേഷനും ഉണ്ട്. അത് എത്തിയിട്ടില്ല അവിടെ അല്ലേ? ഇല്ല. ഇതല്ലാതെ വേറെ പ്രോഗ്രാം ഉണ്ടോ? ഇതല്ലാതെ ഇതാന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത കോഡ് ഇതേ ഉള്ളൂ. ആണോ? അടുത്ത് ചെയ്യണത്രേ. അതായത് AI ആയിട്ട് ബന്ധപ്പെട്ട് ഇതേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഈ ടോക്കണൈസേഷന്, സ്റ്റോപ്പ് വേർഡ് റിമൂവലും ഒക്കെ ഉണ്ട്, നിങ്ങളുടെ പ്ലാനിലുണ്ട് ഇല്ലേ? അതോ ഇല്ലേ? ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതും ആവശ്യം വരുമല്ലേ. നമ്മളിപ്പോ റിവ്യൂ ഇടുമ്പോ അതിന്റെ അകത്തുനിന്ന് നല്ല റിവ്യൂ കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണ്ടേ? അതൊക്കെ നിങ്ങൾ ചേർക്കും അല്ലേ? ഓക്കെ. ഈ AI ഏജൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? AI ഏജൻസിനെ കുറിച്ചൊന്ന് പറയുമോ? ഏജൻസ് വെച്ചാല് ഇതൊരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏജന്റിനെ കോൾ ചെയ്യുമ്പോൾ തന്നെ ആ ഏജന്റ് ഒരു വർക്ക് ഉണ്ടാവും, ഒരു അസൈൻ ചെയ്ത ഒരു വർക്ക് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ആ കോൾ ചെയ്യുമ്പോൾ തന്നെ ആ ഏജന്റ് വർക്ക് ആവുന്ന രീതിയിലല്ലേ? അല്ല, ഞാൻ ഈ കണ്ടക്സ്റ്റിലല്ല, ഞാൻ ജനറൽ ആയിട്ട് ചോദിച്ചു. ഇവിടെ AI ഏജൻസ് ഉണ്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ? ഇല്ല, അതിലില്ല ഏജന്റ്. ഇല്ല, ഏജന്റ് ഇല്ല. ഇത് AI ഏജന്റ് എന്നുള്ളത് ഒരു ജനറൽ കണ്ടക്സ്റ്റ് ചോദിച്ചു. ഞാൻ റീസെന്റ് കഴിഞ്ഞ 1-2 ദിവസം ചിലയിടത്തൊക്കെ AI ഏജന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് എൻകൗണ്ടർ ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചായിരുന്നു. AI ഏജൻസിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏജൻസ് കേട്ടിട്ടുണ്ട്. ഏജൻസ് ഇതൊരു ദാറ്റ് ആർ ഡിസൈൻ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഓർ ഫങ്ഷൻസ് ഓട്ടോണോമസ്ലി. അതാ ഏജന്റ് എന്നുള്ളൊരു വാക്ക്. ആ ഏജന്റ് എന്നൊരു വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അതാ. ഒരു തരത്തില് ഈ സിരി, അലക്സ എന്നൊക്കെ പറയുന്നത് AI ഏജൻസാ. ഞാനിത് ചോദിക്കാനുള്ള കാരണം, റീസെന്റ് ആയിട്ട് ഈ AI പ്രോജക്റ്റുകൾ എങ്ങനെയൊക്കെയായിരിക്കും ഒരു കോമൺ മാന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ വേണ്ടത് എന്നൊരു ഐഡിയ കിട്ടിയപ്പോ, അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ പലർക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലേ? ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. അത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചു. അപ്പോ AI ഏജൻസ് എന്ന് പറയുന്നത് പെർഫോം സ്പെസിഫിക് ടാസ്ക് ഓർ ഫങ്ഷൻസ് ഓട്ടോണോമസ്ലി. അത് കാര്യങ്ങൾ ഏറ്റെടുത്ത് തന്നെത്താൻ അത് ചെയ്തോളും. ഇത് പല പ്രൊഫഷണൽസും നമുക്ക് ചുറ്റുവട്ടത്ത് കാണുന്ന പലർക്കും ഇത് ആവശ്യം ഉണ്ടാവും. ഇങ്ങനെ ഒരു ആസ്പെക്ട് നമ്മുടെ ചുറ്റുവട്ടത്തില്ലേ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അത് these agents can be categorized into different types based on our capabilities, goals, interactions. അതില് type of agents, simple reflex agents react to the current state of the environment without considering future consequences. പിന്നെ model based reflex agents maintain an internal model of the environment and they choose action based on that model.
ഗോൾ ബേസ്ഡ് ഏജന്റ് ഹാവ് എ സ്പെസിഫിക്. ഇത് ആ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഏജൻസി. ഇവിടെ ചാറ്റ് ബോട്ട്, ഓട്ടോണോമസ് വെഹിക്കിള്, സ്മാർട്ട് ഹോംസ്, ഹെൽത്ത് കെയർ, ഇതൊക്കെയാണ് ഏജൻസിന്റെ ആപ്ലിക്കേഷൻസ്. ഒരു ഏജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോണോമി, റിയാക്ടിവിറ്റി, പ്രൊആക്ടിവിറ്റി, ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ. Agents have the potential to revolutionize various industries and aspects of our lives, making tasks more efficient, convenient and enjoyable. ഇങ്ങനെ ഒരു സംഭവങ്ങൾ നമ്മളുടെ ഇടയിൽ, ഇത് ഞാൻ ആലോചിക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഒരു നമ്മളുടെ ഇടയിൽ ഇത് എങ്ങനെ ഒരു ഇമ്പാക്ട് വരുന്നു. ഒരു സാധാരണ എൻവറോൺമെന്റിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ഇടയിൽ ഇത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചില ഏജൻസിനെ ആവശ്യമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നി. ഞാൻ അതിന്റെ ഡീറ്റെയിൽ നോക്കിയില്ല. അപ്പോ അതിൽ നിന്നുള്ളൊരു ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞത്. ഏജൻസ് എന്താന്നുള്ള. ഓക്കെ. അപ്പൊ NLPയുടെ അത് നിങ്ങളുടെ പൈത്തനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോഗ്രാമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അതിനകത്ത് എക്സാക്ട്ലി അതിനകത്തൊരു ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതൊരു ചില റൂൾ ബേസ്ഡ് അപ്രോച്ച് പോലെ ഉള്ള ചില സംഭവങ്ങളായി. അവിടെ ഒരു മെഷീൻ ലേണിങ്ങോ ഡീപ്പ് ലേണിങ്ങിന്റെ എലമെന്റ് ഇല്ല. ഉണ്ടോ? ഡീപ്പ് ലേണിംഗിന്റെ ഇപ്പൊ നമ്മളവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? പ്രോഗ്രാം കോഡ് എഴുതിയിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ. നമ്മളവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഏത് കീവേഡിലാണ് വരുന്നത്. അത് സാധാരണ ഒരു പ്രോഗ്രാം പോലെ ആയുള്ളൂ. അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു കീവേഡ് അതിനകത്ത് അസൈൻ ചെയ്യുക. അതിനകത്ത് ബാക്കിയുള്ള എലമെന്റ്സ് ആയോ എനിക്കറിയില്ല, ഞാൻ ചോദിക്കാം. അല്ല, നമ്മൾ അതിൻ്റെ അകത്ത് കാണിച്ചത് കൂടിനകത്ത് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനത്തെ ഒരു കുറച്ച് ഡാറ്റ കൊടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഇതിലേത് കോളത്തിലെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ടാക്കി. പക്ഷെ അതിനകത്ത് ഈ മെഷീൻ ലേണിങ്ങോ ഡീപ്പ് ലേണിങ്ങോ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനത്തെ ഈ ഒരു ഡാറ്റ കുറച്ച് കൂട്ടി കൊടുത്താല് ചെക്ക് ചെയ്യുന്ന ഇപ്പൊ ഞാൻ അത് ഒരു സാർ ഇപ്പൊ പറഞ്ഞ ലിസ്റ്റ് പോലെ കമ്പയർ ചെയ്യുന്നു, ഒരു മോഡൽ ആക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഇതിലാണ് രണ്ട് വ്യത്യാസമില്ല. ഞാൻ ഇപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മാത്രമേ ചെയ്തിട്ട്, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കിത് വേണ്ടിക്ക് കുറച്ച് ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇവിടെ പലപ്പോഴും NLPയിൽ വരുന്നത് ടോക്കണൈസേഷൻ, സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, സ്റ്റെമ്മിങ് ഓർ ലെമിറ്റൈസേഷൻ, വെക്ടറൈസേഷൻ, പിന്നെ ബാഗ് ഓഫ് വേർഡ്സ്, ടേം ഫ്രീക്വൻസി, ഇൻവേഴ്സ് ഡോക്യുമെന്റ് ഫ്രീക്വൻസി, വേർഡ് എംബഡി. ഇതിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ചില എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രോഗ്രാംസ് ആണ് വേണ്ട. പിന്നെ ഇതില് റൂൾ ബേസ്ഡ് എന്താണെന്നും മെഷീൻ ലേണിംഗ് അപ്രോച്ചും ഡീപ്പ് ലേണിംഗ് അപ്രോച്ചും എന്താണെന്ന് അറിയാം അല്ലെ? എനിക്ക് ഇതൊരു റൂൾ ബേസ്ഡ് അപ്രോച്ച് പോലെ അതിനോട് സാമ്യമാണ് എനിക്ക് തോന്നിയപ്പോ കോഡ് കണ്ടത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്റെ തോന്നല് റൂൾ ബേസ്ഡ് അല്ലല്ലോ, ഡാറ്റ കൊടുത്ത് അതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നല്ലേ. ഡാറ്റ ഞാൻ കൊടുത്ത ഡാറ്റ എന്ന് വെച്ചാൽ കുറച്ച് കീവേഡ്സ്, ആ കീവേഡ്സിന്റെ അകത്ത് ഏതാന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് മോഡൽ. പിന്നെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിൽ നെയ്വ് ബേസ് അങ്ങനെ ഒരു സാധനമുണ്ട്. എ സിമ്പിൾ പ്രോബബിലിസ്റ്റിക് ക്ലാസിഫയർ, സപ്പോർട്ട് വെക്ടർ മെഷീൻസ്, എ റോബസ്റ്റ് ക്ലാസിഫയർ യൂസിങ് ഹൈപ്പർപ്ലെയിൻസ്, റാൻഡം ഫോറസ്റ്റ്. പിന്നെ ഇൻഫർമേഷൻ റിട്രീവൽ മെത്തേഡ്സിൽ ബൂളിയൻ റിട്രീവൽ, വെക്ടർ സ്പേസ് മോഡൽ, പ്രോബബിലിസ്റ്റിക് റിട്രീവൽ.
മെഷീൻ ട്രാൻസ്ലേഷനിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ട്രാൻസ്ലേഷൻ, ന്യൂറൽ മെഷീൻ ട്രാൻസ്ലേഷൻ, ഡയലോഗ് സിസ്റ്റം മെത്തേഡ്, റൂൾ ബേസ്ഡ് അപ്രോച്ച്, മെഷീൻ ലേണിംഗ് അപ്രോച്ച്, ഡീപ്പ് ലേണിംഗ് അപ്രോച്ച്, നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ. ഈ NER-ന്റെ എന്തെങ്കിലും ഉണ്ടോ? റൂൾ ബേസ്ഡ് അപ്രോച്ച്, മെഷീൻ ലേണിംഗ്, നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ, അങ്ങനെ ഇല്ല അല്ലെ? പിന്നെ പാർട്ട് ഓഫ് സ്പീച്ച് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? റൂൾ ബേസ്ഡ് അപ്രോച്ച്, മെഷീൻ ലേണിംഗ് അപ്രോച്ച്, ഡീപ്പ് ലേണിംഗ് അപ്രോച്ച്, അങ്ങനെ എന്തെങ്കിലും? അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവം NLP ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. ഓക്കെ ഓക്കെ, ഞാനത് അങ്ങനെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇത് 2 മിനിറ്റ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞതേ, ഇന്നലെ പറഞ്ഞ നമ്മൾ സംസാരിച്ചിരുന്നത് സിസ്റ്റം ആപ്പിനെ കുറിച്ച് ചോദിച്ചായിരുന്നു ഞാൻ. നിങ്ങളുടെ ഡേറ്റയിൽ ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ഞാൻ അന്വേഷിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മൾ വിഷ്വലൈസേഷൻ ശരിക്കും ഒരു എൻഡായിട്ട് വരുന്നത്, ഡേറ്റ വിഷ്വലൈസേഷൻ ഒരു എൻഡായിട്ട് വരുന്നത് ഡേറ്റ സയൻസിലാണ്. അവിടെയാണ് അതിന്റെ ഒരു എൻഡ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ഡേറ്റ വിഷ്വലൈസേഷൻ അല്ലെ? വൺ ഓഫ് ദി എൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡേറ്റ വിഷ്വലൈസേഷൻ. അവിടെയാണ് പവർ BIയും മാറ്റ്പ്ലോട്ലിബും ഒക്കെ വരുന്നത്. ഇവിടെ നമുക്ക് അതൊരു എൻഡ് പ്രോഡക്റ്റ് അല്ല, ഇവിടെ AI പ്രോജക്റ്റ് ആയതുകൊണ്ട് അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഡേറ്റ എക്സ്പ്ലോറേഷനിൽ നമ്മളുടെ സാധ്യതകള് ഔട്ട്പുട്ട് എത്തുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെത്തേഡിന്റെ ഭാഗമാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഇവിടെ എൻഡ് പ്രോഡക്റ്റ് അല്ല. ഇവിടെ നമ്മൾ കുറെ സംഭവങ്ങളൊക്കെ നടന്നു, അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ ഉദ്ദേശമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമല്ല, ഇത് AI ബേസ്ഡ് പ്രോജക്റ്റ് അല്ലേ? എങ്ങനെയല്ലേ? ഞാൻ ജസ്റ്റ്, നമ്മൾ ഇതൊക്കെ പുതിയ സബ്ജക്റ്റുകളല്ലേ, എനിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചു നോക്കാം. അപ്പൊ എനിക്കും വേണമെങ്കിൽ തിരുത്താം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ തിരുത്തേണ്ടതാണെങ്കിൽ ഞാനും തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്തൊരു ഡേറ്റ വിഷ്വലൈസേഷൻ ഇല്ലേ? അത് ആവശ്യമില്ലേ? ഒന്ന്